MG എന്ന MG വാസുദേവൻ നായരെ ഇന്നത്തെ MG ആക്കി മാറ്റിയത് പ്രമീള നായർ എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ്. പ്രമീള നായർ എന്ന ഒരു വ്യക്തി ഒരു എഴുത്തുകാരിയായിരുന്നു, കൂടാതെ ഒരു വിവർത്തക കൂടിയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അധ്യാപികയുമായിരുന്നു. കോഴിക്കോട്ടെ എബി ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകരായിരുന്നു രണ്ടുപേരും. അങ്ങനെയാണ് പ്രമീള ടീച്ചറും MGയും തമ്മിൽ പരിചയത്തിലാകുന്നത്. ആ പരിചയം പ്രണയത്തിലും വിവാഹത്തിലും കലാശിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച പ്രമീള നായർക്ക് MGയേക്കാൾ 3 വയസ്സോളം കൂടുതലുണ്ടായിരുന്നു. MG തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ കഥകളെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ എൻ്റെ ആത്മകഥയായി എന്ന്. പക്ഷേ അതിലൊന്നും ഒരിടത്ത് പോലും പ്രമീള ടീച്ചറുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടേയില്ല. MGയുടെ കഥകളെല്ലാം ഇംഗ്ലീഷിലേക്ക് നല്ല രീതിയിൽ വിവർത്തനം ചെയ്ത് ആ കഥകളെല്ലാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രശസ്തമാക്കിക്കൊണ്ട് MGയെ വിശ്വസാഹിത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് പ്രമീള ടീച്ചറാണ്. അല്ലാതെ ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നൃത്ത അധ്യാപികയല്ല. ഏതാണ്ട് 14 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചവരാണ് പ്രമീള ടീച്ചർ MG. ആ ബന്ധത്തിൽ അവർക്ക് ഒരു മകൾ ജനിച്ചു. ആ മകളെ നൃത്തം പഠിപ്പിക്കാനായി വന്നതാണ് ഇപ്പോഴത്തെ കലാമണ്ഡലം ടീച്ചർ. സ്വാഭാവികമായും അവർ സുന്ദരിയായിരിക്കാം. കലാകാരന്മാരുടെ പൊതുവെയുള്ള ഒരു വീക്ക്നെസ് ആണല്ലോ സൗന്ദര്യവും മറ്റ് കലാവാസനകളും എന്നൊക്കെ പറയുന്നത്. സൗന്ദര്യം ഉള്ളിടത്തോട്ട് ഈ കലാകാരന്മാർ പൊതുവെ ഒരു ആകർഷണമുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഇവർ ഇങ്ങനെ ദിവസവും ഈ ടീച്ചറെ നമ്മുടെ MG കാണുന്നു. അങ്ങനെ ഇവർ പയ്യെ അടുക്കുന്നു, യാത്രകൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായും ചുറ്റും ഒരുപാട് പരിചയക്കാരൊക്കെയുള്ള നമ്മളെ പ്രമീള ടീച്ചറുടെ കാതുകളിൽ ഈ വിവരം എത്താൻ ഒട്ടും താമസമുണ്ടായില്ല. അവർ ഈ ബന്ധം നിർത്തണം, അത് നമുക്ക് നാണക്കേടാണ് എന്നൊക്കെ പല പ്രാവശ്യം MGയോട് അപേക്ഷിക്കുന്നു. ഭർത്താവിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളെ പ്രസവിച്ച് വളർത്തുന്ന, അദ്ദേഹത്തെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്കും സഹിക്കാവുന്ന ഒരു കാര്യമല്ല ഭർത്താവ് തൻ്റെ മുന്നിൽ മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുക എന്നത്. ഏതൊരു സ്ത്രീക്കും അത് ഒരു രീതിയിൽ ഉൾക്കൊള്ളാനായില്ല. പ്രമീള ടീച്ചർ ഒരു അമ്മയാണ്, ഒരു കുടുംബിനിയാണ്, ഒരു ടീച്ചറാണ്. അപ്പോൾ പല തിരക്കുകളുടെ ഇടയിലും ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ അവർക്ക് ചിലപ്പോൾ കഴിയുകയുണ്ടായില്ല. ഒരുമിച്ചുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവാം. സ്വാഭാവികമായിട്ട് ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായിട്ട് എങ്ങുമില്ല. അപ്പോൾ പുതിയൊരു വ്യക്തിയുടെ സാമീപ്യം MG ആഗ്രഹിച്ചതാകാം. എന്തു തന്നെയായാലും പ്രമീള ടീച്ചറുമായുള്ള ആത്മബന്ധത്തിൽ ഉടവ് സംഭവിക്കുന്നു. അങ്ങനെ പ്രമീള ടീച്ചർ ഡിവോഴ്സുമായി പോകുന്നു. ഇടയ്ക്ക് വെച്ച് മകൾ അച്ഛനെ കാണുകയും അപ്പോൾ ആ കുട്ടിക്കുണ്ടായ സന്തോഷവും കണ്ടപ്പോൾ ഒരമ്മയെന്ന നിലയിൽ തൻ്റെ കുഞ്ഞിനെ അച്ഛനിൽ നിന്ന് പിരിക്കണ്ട എന്ന് ചിന്തിക്കുകയും, മാത്രമല്ല പ്രമീള ടീച്ചർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു തൻ്റെ ഭർത്താവ്. അകന്നു നിന്ന ദിവസങ്ങളിൽ അവർക്ക് ഉണ്ടായ വേദനകളും ഒക്കെ ഓർത്തപ്പോൾ തൻ്റെ ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. അപ്പോൾ MG അവിടെ വേണ്ട എന്ന മറുപടിയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ MG ആ ഒരു ജീവിതത്തിലേക്ക് വീണ്ടും തയ്യാറാവുന്നില്ല. അങ്ങനെയൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ അനുഭവിച്ച വേദനകൾ എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അറിയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം വിവാഹത്തിന് ശേഷം നൈനിറ്റാൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അവർ മദ്യവിധു ആഘോഷിക്കാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ശേഷം 1974 ഒരു ഓണപ്പതിപ്പിൽ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ വിവാഹത്തിന് ക്ഷണക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല, ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. ട്യൂട്ടോറിയൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി ഞാൻ സൗഹൃദത്തിലായി. ആ സമയത്ത് അവർ അമ്മയുമായി വഴക്കായി എങ്ങോട്ടെങ്കിലും മാറി താമസിക്കേണ്ട സാഹചര്യത്തിലാണെന്ന് അറിയിച്ചുകൊണ്ട് അവർ എനിക്കൊരു കുറിപ്പയച്ചു. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് പോരൂ എന്ന് ഞാൻ അവളെ അറിയിച്ചു. അങ്ങനെയാണ് അവരെൻ്റെ വീട്ടിലേക്ക് വന്നത്. അമ്പലത്തിലും പള്ളിയിലും കൊടുക്കാത്ത വിശുദ്ധിയൊന്നും രജിസ്ട്രാർക്ക് കൊടുക്കണ്ട, അതുകൊണ്ട് രജിസ്ട്രാറുടെ അടുത്ത് പോയി ഞങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് MG അപ്പോൾ അവിടെ പറയുന്നത്. അവർ ഇങ്ങനെ അകന്നുന്ന സമയത്ത് MG പല കൃതികൾ രചിക്കുകയും അതിലൊക്കെ തൻ്റെ അനുഭവങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ കഥ സിനിമയാക്കിയ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ അവർ തമ്മിൽ പിരിയാനുള്ള കാരണം പ്രമീള ടീച്ചറാണ് തരത്തിലുള്ളതായിരുന്നു അവയിലെ ഉള്ളടക്കം. ഇന്ന് പ്രമീള ടീച്ചർക്ക് നാണക്കേടും വിഷമവും ഉണ്ടാക്കി. അപ്പോൾ MG തന്നോട് ചെയ്ത കാര്യങ്ങളും പുറംലോകം അറിയണമെന്ന് അവർ തീരുമാനിക്കുകയും അവർ തൻ്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു കൃതി രചിക്കുകയും ചെയ്തു. പക്ഷേ അത് ചൂടപ്പം പോലെ ആ കൃതി വിറ്റഴിഞ്ഞു. അവർ നല്ല ഒരു എഴുത്തുകാരി കൂടി ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവർ ഒരു സിനിമ പിടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം തൻ്റെ ജീവിത അനുഭവങ്ങൾ, MGയിൽ നിന്ന് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ദുഃഖങ്ങൾ, തനിക്കുണ്ടായ അവഗണനകളും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഒരു സിനിമ ഇറക്കാൻ അവർ തീരുമാനിക്കുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് MG വളരെ വേഗം ഉയരങ്ങളിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും പിടിപാടും അവർക്കതിനുള്ള അവസരം നിഷേധിച്ചു.
ഈ കാലഘട്ടങ്ങളിൽ അവർ പഠിപ്പിക്കാനും മറ്റും പോകുന്ന സമയത്ത് അവർ തീർത്തും മൗനിയായിരുന്നു. ദുഃഖങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി അവർ ആ ഒരു അവസ്ഥയിലാക്കായി. പലപ്പോഴും ക്ലാസ് മുറിയിലിരുന്ന് അവർ കരയുക പതിവായിരുന്നു. ഒരിക്കൽ എന്തിനാണ് ടീച്ചർ കരയുന്നതെന്നൊരു കുട്ടി ചോദിച്ചപ്പോൾ, ബന്ധങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം, നീ ഒരിക്കലും ഒരു സാഹിത്യകാരി വിവാഹം കഴിക്കരുതെന്ന് ആ കുട്ടിയെ ടീച്ചർ ഉപദേശിക്കുകയുണ്ടായി. പിന്നീട് മകൾ വളർന്ന് അമേരിക്കയിലെത്തി. MTയുടെ യാതൊരു സഹായമില്ലാതെയാണ് മകൾ അമേരിക്കയിലെത്തുന്നത്. തൻ്റെ അമ്മയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്നും ജീവിതം എന്താണെന്ന് അമ്മയെ അറിയിക്കുമെന്നും മുമ്പ് സിത്താര പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ കുറേ കാലം അമേരിക്കയിലായിരുന്നു. പിന്നീട് രോഗബാധിതയായി. കോഴിക്കോട് നടക്കാവിലെ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തുള്ള വീട്ടിലായിരുന്നു അവസാന കാലം. 1993 നവംബർ 10 പ്രമേഹം മൂർച്ഛിച്ച് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുണ്ടായി. അവസാനമായി MT ഒന്ന് കാണണമെന്ന് അവർ ആഗ്രഹം അറിയിച്ചെങ്കിലും MT പോകാൻ തയ്യാറായില്ല. എന്താണ് അതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ചേതോ വികാരമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ തൻ്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ആദ്യ ഭാര്യയെ പോയി കാണുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടാകുമോ, അതല്ലെങ്കിൽ താൻ പോയി മരിക്കാൻ കിടക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ട് അവർക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാകുമോ, എന്താണെന്നറിയില്ല. എന്തു തന്നെയായാലും അദ്ദേഹം അവരെ കാണാൻ പോയില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖസത്യം. നമുക്കറിയാം, ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു ഭാര്യയെ സ്വന്തമാക്കുക എന്നത് നമ്മുടെ സിനിമാ മേഖലയിൽ തന്നെ ഒരു ട്രെൻഡാണ് അല്ലേ. ഒരു ഭാര്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജീവിതം എന്നാണ് അവരുടെ വിശ്വാസം. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ അങ്ങനെ എത്രയോ പേരുണ്ട്. വിവാഹം കഴിച്ച് ചിലപ്പോൾ പല പല വിവാഹങ്ങൾ കഴിക്കുന്നവർ തന്നെയുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗവേളയിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും നമുക്ക് അർപ്പിക്കാം. എത്ര നല്ലവരായാലും മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ കാണും. അത് കണ്ടുപിടിക്കാൻ ജനങ്ങൾക്ക് വലിയ താല്പര്യവുമായിരിക്കും. പിന്നെ പ്രമീള ടീച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അവർ ജനിച്ചത് പാലക്കാട് വടവന്നൂരിൽ MGRൻ്റെ, അത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MGRൻ്റെ തറവാടായ വലിയ മരുത്ത് കുടുംബത്തിലാണ് പ്രമീള നായർ ജനിക്കുന്നത്. അപ്പോൾ അച്ഛൻ നല്ലൊരു സമ്പന്ന കുടുംബത്തിൽ ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഒക്കെ ഉണ്ട്. അമ്മ നല്ല കുടുംബത്തിലായിരുന്നു. ഈ പ്രമീള നായർ പഠിച്ചത് തന്നെ നല്ല നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു. കുട്ടിക്കാലത്തുള്ള മുതലേ അവരുടെ ജീവിതം അങ്ങനെ നല്ല വിദ്യാഭ്യാസമായിട്ട് മറ്റ് കുടുംബപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ഉയർന്ന ലെവലിലുള്ള ഒരു കുടുംബത്തിലായിരുന്നു പ്രമീള നായർ ജനിച്ചത്. അത് അവരുടെ എല്ലാ എഴുത്തുകളിലും അവരുടെ എല്ലാ രചനകളിലും എല്ലാ മേഖലകളിലും നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു. അവരുടെ പ്രവർത്തികളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കുമായിരുന്നു അവരുടെ ആ ഒരു സാംസ്കാരിക മൂല്യത്തിൻ്റെ ഉയർച്ച എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർ മരിച്ചു പോയിരിക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഇതായിരുന്നു MTയുടെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ MTക്ക് മുൻ ഭാര്യ എങ്ങനെയാണ് ഇല്ലാതായത്, എങ്ങനെയാണ് അവരുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്നൊക്കെ എനിക്ക് തന്നെ സത്യത്തിൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് പല ഇടത്തു നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബൈ.